ഹലോ. മനഃശാസ്ത്ര പഠനത്തില് ഇന്ന് നമ്മള് ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ബഹുഭാഷാത്വം, അതായത് മൾട്ടിലിംഗ്വലിസം. അത് നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ MA സൈക്കോളജി സിലബസിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 3ലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലധികം ഭാഷകൾ ഉപയോഗിക്കുന്നവർ, അവരുടെ തലച്ചോറിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഈ ഭാഷകളും അത് ഉപയോഗിക്കുന്ന ആളുകളും തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ ഓരോ സാഹചര്യത്തിലും ഏത് ഭാഷ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ വല്ല നിയമങ്ങളും ഉണ്ടോ? അതുപോലെ നമ്മൾ ഈ ഭാഷകൾ മിക്സ് ചെയ്ത് സംസാരിക്കുമ്പോഴോ അതിനും ഒരു ചിട്ടയുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരി, അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ഒരാള് എങ്ങനെയാണ് ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്നത്? പല വഴികളുണ്ടല്ലേ. ചിലപ്പോ അച്ഛനും അമ്മയും വേറെ ഭാഷ സംസാരിക്കുന്നവരാകാം. അതെ അതെ. അല്ലെങ്കിൽ ചിലപ്പോൾ കുടിയേറ്റം വഴി വരാം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ആ, എങ്ങനെ പഠിച്ചാലും ഈ വൈവിധ്യം അത് ഭാഷാ പ്രോസസ്സിങ്ങിനെ കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? നല്ല ചോദ്യമാണ്. എങ്ങനെ ഭാഷ കിട്ടിയാലും അത് ആ വ്യക്തിയുടെ ചിന്തിക്കാനുള്ള കഴിവിനെ, കോഗ്നിറ്റീവ് കഴിവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. നിങ്ങളുടെ മെറ്റീരിയലിലും ഇത് പറയുന്നുണ്ട്. കോഡ് സ്വിച്ചിങ് അതെന്താണ് ശരിക്കും? നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ മാറിപ്പോകുന്നതാണോ? അങ്ങനെയല്ല. കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണം നടക്കുമ്പോൾ തന്നെ ഒരാൾക്കറിയാവുന്ന ഭാഷകൾക്കിടയിൽ ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും മാറാനുള്ള കഴിവാണ്. ഇത് പലപ്പോഴും സംസാരം കൂടുതൽ വ്യക്തമാക്കാനും കുറച്ചുകൂടി എളുപ്പമാക്കാനും സഹായിക്കും. ഒരു തന്ത്രം പോലെ. ഓഹോ, അപ്പൊ അതൊരു വെറും മിക്സിംഗ് അല്ല, ബോധപൂർവമായൊരു സംഗതിയാവാം. ഒരു പഠനത്തെക്കുറിച്ച് മെറ്റീരിയലിൽ പറയുന്നുണ്ടല്ലോ, കോഡ് സ്വിച്ചിങ് ചെയ്യുമ്പോൾ പോലും ഇവർക്ക് വാക്കുകൾ വേഗത്തിൽ കിട്ടുമെന്ന്. അതെ അതെ, അത് രസകരമായൊരു കണ്ടെത്തലാണ്. പെയ്നർജിയോളു തെക്കാൻ എന്നിവരുടെ പഠനമാണത്. അതുപോലെ മാരിയൻ സ്പൈവി എന്നിവരുടെ പഠനം പറയുന്നത് നമ്മൾ കേൾക്കുന്ന ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും ഈ ബഹുഭാഷാ കഴിവ് സഹായിക്കുമെന്നാണ്. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോ ഈ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് വെറുതെ ഭാഷ മാറ്റുന്നതല്ല, അതൊരു കോഗ്നിറ്റീവ് തന്ത്രമാണ്. ആശയവിനിമയം നന്നാക്കാനും ചിലപ്പോൾ സോഷ്യൽ മെസ്സേജ് കൊടുക്കാനുമൊക്കെ ഉപയോഗിക്കാം. ശരി, അപ്പോ ഒന്നിലധികം ഭാഷകൾ അറിയുന്ന ഒരാള് എപ്പോ ഏത് ഭാഷ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് വെറുതെ തോന്നിയ പോലെയാണോ, അതോ അതിനും ചിട്ടയുണ്ടോ? ഇല്ല, തോന്നിയ പോലെയല്ല. അവിടെയാണ് ഫിഷ്മാൻ പറഞ്ഞ ഡൊമെയ്ൻ എന്ന ആശയം വരുന്നത്. ഡൊമെയ്ൻ? അതെ, ഡൊമെയ്ൻ. അതായത് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു ഉപയോഗമേഖലയുണ്ട്. ഉദാഹരണത്തിന് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അതായിരിക്കില്ല ചിലപ്പോൾ ഓഫീസിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ വേറൊന്നായിരിക്കാം. ആ സാഹചര്യം, വിഷയം, ആരോടാണ് സംസാരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് ഭാഷ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ സാഹചര്യം നോക്കി ഏറ്റവും ബെസ്റ്റ് ഭാഷ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ വീട്ടിൽ മലയാളം പറയും, പക്ഷെ ഓഫീസിൽ ചിലപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ഉപയോഗിക്കും. അതൊരു ഉദാഹരണമാണോ? കൃത്യമായി അതുതന്നെ. ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണത്. ഇത് കാണിക്കുന്നത് ബഹുഭാഷികൾ അവരുടെ ഭാഷാ കഴിവുകളെ എത്ര തന്ത്രപരമായി ഉപയോഗിക്കുന്നുവെന്നാണ്. പക്ഷേ ഈ ഗ്രോസ്ജീൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ഭാഷകളെ വേർതിരിക്കാൻ പറ്റില്ലെന്ന്. ചിലപ്പോൾ രണ്ട് ഭാഷയും ഒരുമിച്ചിങ്ങനെ ആക്റ്റീവ് ആയിരിക്കില്ലേ? അപ്പോഴാണോ ഈ മിക്സിംഗ് വരുന്നത്? അതെ. ഗ്രോസ്ജീൻ പറയുന്ന ദ്വിഭാഷാ രീതി, അതായത് ബൈലിംഗ്വൽ മോഡ്, ആ അവസ്ഥയിൽ ഒരാൾക്ക് അറിയാവുന്ന ഭാഷകളെല്ലാം ഒരുമിച്ച് ഓണായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഭാഷകൾ കലരാം, മിക്സിംഗ് സംഭവിക്കാം. പക്ഷേ ആ മിക്സിംഗ് അത് വെറും ഒരു ചിട്ടയുമില്ലാത്ത കൂടിക്കുഴയലാണോ, അതോ അതിനുമുണ്ട് നിയമങ്ങൾ? അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ആ മിക്സിംഗ് തോന്നിയ പോലെയല്ല. അതിലുൾപ്പെട്ട രണ്ട് ഭാഷകളുടെയും ഗ്രാമർ നിയമങ്ങൾ, വ്യാകരണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ നടക്കൂ. അതെങ്ങനെ? ഉദാഹരണത്തിന്, മലയാളം സംസാരിക്കുന്നതിനിടയിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് മലയാളത്തിന്റെ വാക്യഘടനയും ഇംഗ്ലീഷ് വാക്കിന്റെ രീതിയും തെറ്റാത്ത രീതിയിലായിരിക്കും വരുന്നത്. വെറുതെ വാക്കുകൾ വാരിയിടുകയല്ല, രണ്ട് ഭാഷയുടെയും നിയമങ്ങൾ ഒരേ സമയം പാലിക്കപ്പെടുന്നുണ്ട്. ഓ, അതിനർത്ഥം ബഹുഭാഷികളുടെ തലച്ചോറിൽ ഈ നിയമങ്ങളെല്ലാം ഒരുമിച്ച് പ്രോസസ് ചെയ്യുന്നുണ്ട് എന്നാണോ? ഇത് ശരിക്കും ഭാഷാശാസ്ത്രജ്ഞർക്കൊക്കെ പുതിയ ചിന്തകൾ നൽകുന്നുണ്ടാകുമല്ലോ. തീർച്ചയായും. ഇത് കാണിക്കുന്നത് ഈ ബഹുഭാഷാ ഉപയോഗം എന്നത് വളരെ സങ്കീർണമാണെങ്കിലും
അതിനൊരു കൃത്യമായ ചിട്ടയുണ്ട്, ഒരു ഓർഡറുണ്ട് എന്നാണ്. കോഡ് സ്വിച്ചിങ് ആയാലും ഈ ഭാഷാ തിരഞ്ഞെടുപ്പായാലും മിക്സിംഗ് ആയാലും ഒക്കെ നിയമങ്ങളനുസരിച്ചാണ് നടക്കുന്നത്. ഒരു MA സൈക്കോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ, ഈ നിയന്ത്രണങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അതെ, ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം, നമ്മുടെ മാനസികമായ നിയന്ത്രണം, കോഗ്നിറ്റീവ് കൺട്രോൾ ഒക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇനി നിങ്ങൾ കേൾക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഭാഷകൾക്കിടയിൽ മാറാനും മിക്സ് ചെയ്യാനുമൊക്കെയുള്ള ഈ കഴിവ്, ഇതിന്റെ പിന്നിലെ നിയമങ്ങൾ, ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ മറ്റു കോഗ്നിറ്റീവ് കഴിവുകളെപ്പറ്റി, ഉദാഹരണത്തിന് ഒരു ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറ്റുന്നത്, ടാസ്ക് സ്വിച്ചിങ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എങ്ങനെ സഹായിക്കും? ശരിയാണ്. വളരെ നല്ലൊരു പോയിന്റാണത്. ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. ഈ പഠനഭാഗം വെച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും തുടർന്ന് പഠിക്കാനും സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്ത തവണ കാണാം.